ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയണത്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ എന്തായാലും കാണാൻ വേണ്ടി സാധിക്കും. കാരണം പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോകിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് പോയിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അനു. അതൊട്ടും തന്നെ അലോകിന് ഇഷ്ടപ്പെടുന്നില്ല. അലോകിനോട് പറയണ്ട, നാളെ എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ മേടിക്കാനുണ്ട്, ചെരുപ്പ്, കുറച്ച് ഓർണമെന്റ്സ്. അതുകൊണ്ട് കാർഡ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എടി, നീ മര്യാദക്ക് കാർഡ് താടി എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ തരുന്ന പ്രശ്നമില്ല. പിന്നെ ഞാൻ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു സാധനവും കൂടി വാങ്ങിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് അലോകിനോട് പറയണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി നീ മാറ്റി, അതുകൊണ്ട് ഈ കത്തി ഞാൻ പുതിയത് വാങ്ങിച്ചു. ഇനി എൻ്റെ അടുത്ത് കളിച്ചിട്ടുണ്ടല്ലോ, കുത്തി കുടലെടുക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോവാണ്. അലോകാണെങ്കിൽ, ഇല്ല, ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. സാധാരണ സമാധാനം കിട്ടുന്ന വീടായിരുന്നു, ഇവൾ വന്നതോടുകൂടി തന്നെ എൻ്റെ സമാധാനം അങ്ങ് പോയി എന്ന് പറയണം. ശേഷം അലോകിനോട് നമ്മുടെ അച്യുതൻ പറഞ്ഞത്, നീ ഇങ്ങനെ ഒരു മന്ദബുദ്ധി ആയി പോയാടാ, നീ ഒരു പൊട്ടനായി പോയല്ലോ, ക്രെഡിറ്റ് കാർഡ് അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണോടാ നീ ഇവിടെ വന്നിട്ട് ആഘോഷിച്ചതെന്ന് പറയുമ്പോൾ, അച്ഛാ, അവള് ക്രെഡിറ്റ് കാർഡ് എൻ്റെ പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അച്യുതൻ പറയണ്ട്, മര്യാദക്ക് നിനക്ക് ചേട്ടൻ നല്ലൊരു വിവാഹാലോചന കൊണ്ടുവന്നതല്ലേ, അതും അമേരിക്ക എന്നുള്ള വിവാഹാലോചന. ഒറ്റ മോളായിരുന്നു, കോടീശ്വരിയായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നിന്നെയും കൂട്ടിക്കൊണ്ട് അമേരിക്ക പോകാമെന്ന് വരെ അവർ പറഞ്ഞല്ലേ. അതിനിടക്ക് ഈ അനു ആരെയെങ്കിലും കെട്ടി തൊലയട്ടെ എന്ന് നീ വിചാരിച്ച പോരായിരുന്നു. അവളെ കല്യാണം കഴിക്കുന്ന ജീവനെ വെറും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അയാളെക്കാളൊക്കെ ആ ജീവനക്കാളൊക്കെ എത്രയും മുകളിലുള്ള ആലോചനയാണ് നിനക്ക് വന്നത്. എന്തിനാടാ നീ അവളെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ പോയത്? അവളുടെ ശത്രുത ഒഴിവാക്കിയിട്ട് ആ അമേരിക്കക്കാരനെ വിവാഹം കഴിച്ച് നിനക്ക് പോലെ അമേരിക്കയിലും പോയിക്കൂടായിരുന്നോ? അച്ഛാ, അതിന് നീ സമയം വൈകിട്ടില്ലല്ലോ. നീ പറഞ്ഞ ശരിയാടാ, നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവരറിഞ്ഞിട്ടില്ല, ആ അമേരിക്കയിലുള്ള പെൺകുട്ടി. അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു വിവാഹം കഴിഞ്ഞ കാര്യം അറിയിക്കണ്ട. അപ്പോൾ നമ്മുടെ അലോക് പറയുന്നുണ്ട്, അവരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അവൾ എത്രയും പെട്ടെന്ന് നീ ഒഴിവാക്കി വിട്. എന്നിട്ട് ആ അമേരിക്കക്കാരി നിന്റെ വിവാഹം ഞാൻ നടത്തി തരാടാ. അത് ചേട്ടനെ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചോളാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു വച്ചാ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം നായ നക്കിയെന്ന് പറഞ്ഞ പോലെ അനു നക്കിയ പോലെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാൽ തരി ശരി, താൻ തന്നെ അമേരിക്കക്കാരനെ കെട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. ശേഷം അനു തൻ്റെ അമ്മ ഗോമതിയുടെ സംസാരിക്കാൻ വരുമ്പോൾ ഗോമതി കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് വെള്ളം അങ്ങനെ തന്നെ അനുവിന്റെ തലയിലൊക്കെ ഒഴിക്കുകയാണ്. നീ കാരണം, നീ പോയതോ പോയി, നീ കാരണം ഈ വീട്ടിൽ ഒരു സമാധാനമില്ല. നിനക്കറിയാവോ, ജീവന്റെ വീട്ടുകാര് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. 1 കോടി രൂപയോ? അതെ, അതെങ്ങനെ ഉണ്ടാക്കുമെന്നറിയാതെ ഈ വീട്ടുകാര് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. നീ കാരണം ഈ വീട്ടിലെല്ലാവരും ആത്മഹത്യ ചെയ്യണ രീതിയിൽ വരെ എത്തി. നീ നോക്കിക്കോടി, നീ കാരണമാണ് ദേവിമോൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. നീ അലോകിനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ ഈ വീട്ടിലേക്ക് വന്ന് ദേവിമോൾക്ക് ഈ ദുരന്തം ഉണ്ടായത്. അതെന്റെ മക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നീ കാണുന്നത് ഇപ്പൊ 1 കോടി രൂപയുടെ ബാധ്യതയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാത്തിനെ കാണാൻ നീ ഒറ്റൊരുത്തിയാടി എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് ഗോമതി അകത്ത് കയറി പോവാ. ഇതൊക്കെ കേട്ട് അനു പൊട്ടിക്കരയാട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ, ഞാനാണ് നിന്നെ ഗോമതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരില്ല മോളെ, വീട്ടിലിപ്പോൾ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവൾ നിന്റെ അടുത്തേക്ക് ദേഷ്യമൊക്കെ കാണിക്കണത്. ഉള്ളിൽ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. മോള് വാ, മുത്തശ്ശി തല തോർത്തി തരാം എന്ന് പറയട്ടെ. മുത്തശ്ശി തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അനു ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലോക് വരുന്നുണ്ട്. എടി, നീ മര്യാദയ്ക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ തരില്ലെന്ന് അലോകിനോട് പറഞ്ഞതാണല്ലോ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. എടി, നീ മര്യാദയ്ക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതിന് ആരാ ഇവിടെ ജീവിക്കാൻ പോണത്? എടാ, നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ പോവടോ ജയിലിലേക്ക്, അല്ലാതെ എനിക്കിവിടെ ജീവിക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ല. അപ്പോൾ അങ്ങനെയായി കാര്യങ്ങൾ. ശരി, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്തിനാ എപ്പോഴും പായ വിരിച്ച് നിലത്ത് കിടക്കണത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലോകിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എല്ലാം ഈ വീട്ടുകാരുടെയും നിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ വിശ്വാസം നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്നല്ലേ. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഏത് ഭാര്യ ഭർത്താവാണ് നിലത്ത് പായ വിരിച്ച് ഭർത്താവ് നിലത്ത് കിടന്ന് ഭാര്യ കട്ടിന്റെ മുകളിൽ സുഖമായിട്ട് കിടക്കുന്നത്? അതാണോ നല്ലൊരു ഭാര്യ ചെയ്യേണ്ടത്? അങ്ങനെയല്ല നല്ല ഭാര്യ ചെയ്യേണ്ടത്.
ഭർത്താവിന്റെ കൂടെ കട്ടിൽ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി പോലും നടത്തിയില്ല. ഒരു കാര്യം ചെയ്യാം, നീ എന്റെ നല്ല ഭാര്യയല്ലേ, നീ എന്റെ കൂടെ വന്ന് കിടക്ക് എന്ന് പറയാണ്. അല്ലെങ്കിലേ ഞാൻ നിന്റെ കൂടെ വന്ന് കട്ടിലിൽ കിടക്കാം. അലോകെ വെറുതെ കളിക്കല്ലേ കേട്ടോ. എന്ത് കളിക്കല്ലേന്ന്, ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കിയിട്ട് നീ എന്തു പറയും, ഞാൻ നിന്റെ കൂടെ കിടക്കാൻ വന്നു. അങ്ങനെ കേട്ടാലേ മറ്റുള്ളവർ നിന്നെയായിരിക്കും കളിയാക്കി ചിരിക്കണത് എന്ന് പറയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, കട്ടിലിൽ വന്ന് കിടക്കാം എന്ന് പറയാണ്. അനു പറയുന്നുണ്ട്, അലോകെ വേണ്ട, വെറുതെ കളിക്കല്ലേ എന്ന് പറയുമ്പോ, എന്ത് കളിക്കുന്നടി നീ പറയണത്, എന്ത് കളിക്കണെന്നാ പറഞ്ഞ. അപ്പൊ ആ സമയത്ത് അനു കട്ടിലിൽ തന്നെ ഇരിക്കായിരിക്കും കേട്ടോ. അലോക് വേഗം കട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അനുവിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അനു വേഗം തന്നെ അവിടെ ചെറിയൊരു ചരട് ഉണ്ടായിരുന്നു, അതായത് കയറ് പോലത്തെ ചെറിയൊരു സംഭവം, അതെടുത്തിട്ട് അലോകിന്റെ കഴുത്തിന് ഇങ്ങനെ ചുറ്റുവാട്ടോ. എന്നിട്ട് ഇറുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, എന്റെ അടുത്ത് വേഷം കെട്ടായിട്ട് വന്നാലുണ്ടല്ലോ, ദേ ഒരു തിരി നീ അങ്ങ് തീരും. എന്നിട്ട് ഞാൻ പറയും, നീ ശ്വാസം മുട്ടി ശ്വാസം കിട്ടാണ്ട് മരിച്ചതാണെന്ന്. അഥവാ ഞാൻ നിന്നെ കൊന്നതാണെന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്ക് ജയിലിൽ പോയി കിടക്കാനും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കളിക്കണം. അവൻ ഭർത്താവാൻ വേണ്ടി വന്നിരിക്കുന്നു, പോടാ എന്ന് പറയാണ്. മര്യാദക്കല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കാനല്ല, ഈ ലോകത്തെ താമസിപ്പിക്കാൻ വേണ്ടി വിടില്ല എന്ന് പറഞ്ഞിട്ട് അനു വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോവാട്ടോ. അലോക് രാത്രി അവിടെ കിടന്നിങ്ങനെ, ഇടി വാതിൽ തുറക്കടി വാതിൽ തുറക്കടി എന്ന് പറയുമ്പോൾ ആര് കേൾക്കാൻ, ആരും കേൾക്കുന്നില്ല. അനു വാതിൽ ലോക്ക് ചെയ്ത് മുമ്പിൽ ഹോളിൽ പോയി കിടന്നു. രാവിലെ ആകുമ്പോഴേക്കും അച്യുതൻ എഴുന്നേറ്റ് അലോകിന്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അലോക് കഥകിൽ ഇനി മുട്ടിക്കൊണ്ടിരിക്കാട്ടോ. അച്യുതൻ വാതിൽ തുറക്കുന്നുണ്ട്. ചോദിക്കണ്ട, ആരാടാ ഈ വാതിൽ പുറത്തുനിന്ന് അടച്ചത്? വേറെ ആരടക്കാനാ, അവളാ, ആ അനു. അവളുടെ ശല്യം ദിവസം പോകുന്നവർ കൂടി വരുവാണല്ലോടാ. അതെ, അവൾ ഇന്നലെ രാത്രി ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നു. അതെ, അവൾ അച്ഛ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അവൾക്ക് നല്ല ആരോഗ്യമാണ്. അത് ശരിയാണല്ലോ, അവൾക്ക് നല്ല ആരോഗ്യമാണ്, അതെനിക്ക് മനസ്സിലായി. അവളുടെ ഒറ്റ അടിയിൽ നീ നിലത്ത് മൂക്കും കുത്തി വീണവനല്ലേ നീ എന്ന് പറയണം. അച്ഛ എന്നെ കളിയാക്കല്ലേ, അവൾ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴി പറഞ്ഞതാ അച്ഛ എന്ന് പറയുമ്പോ, എടാ അവളെ നീ ജീവിതത്തിലേക്ക് വിളിച്ചോണ്ട് വന്ന്, ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നപ്പോ എന്നോട് ചോദിച്ചിട്ടാണോ നീ ചോദിച്ചത്, പറഞ്ഞിട്ടാണോ നീ ചെയ്തത്? അല്ലല്ലോ. അതുകൊണ്ട് അവളെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം നിന്റെ മാത്രമാണ്. പിന്നെ ഒരു കാര്യം, ഒഴിവാക്കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ. കാരണം ആ പെൺകുട്ടി ഉണ്ടല്ലോ, അമേരിക്കക്കാരി, അവര് മിക്കവാറും നാട്ടിലേക്ക് അടുത്ത മാസം വരും. അങ്ങനെ അവര് നാട്ടിലേക്ക് വരുവാണെങ്കിൽ നിന്റെയും ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ അനു ഈ വീട്ടിൽ നിന്ന് പോയിരിക്കണം. അല്ലടാ മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വിവാഹം കഴിച്ചത് വേണ്ടി അവൾ താലി കാറിൽ നിന്ന് എടുത്തിട്ടെന്നല്ലേ നീ പറഞ്ഞത്? അതേ അച്ഛാ, അങ്ങനെ തന്നെ അവള് ചെയ്തത്. അപ്പോ വിവാഹം നിയമപരമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല അച്ഛാ, നിയമപരമായിട്ട് പോയിട്ട് അവളുടെ കഴുത്തിന് താലി പോലും കേട്ടിട്ടില്ല. അപ്പോ കൊള്ളാടാ, അവൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവാണെങ്കിൽ ഒരിക്കലും നീ വിവാഹം കഴിച്ചെന്ന പേരുണ്ടാവില്ലല്ലോ. അപ്പൊ നിനക്ക് ആ അമേരിക്കക്കാരനെ സുഖമായിട്ട് കെട്ടാൻ പറ്റും. അതേല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞത്, ഇവളെ ഒഴിവാക്കണോന്ന്. ഇവളെ ഒഴിവാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാം. ഇപ്പൊ ചേട്ടനും ഇവളുടെ ഭാഗത്താണല്ലോ എന്ന് പറയാണ്. അതെ, വലിയച്ഛൻ ഇപ്പൊ അവളെ ഭയങ്കര കാര്യമാണ്. എന്താ കാര്യമെന്ന് അച്ഛനോട് ഞാൻ പറയില്ലേ, മിത്രയുടെ ജീവിതം അവിടെ സേഫ് ആയിരിക്കണം, ആരും മിത്രനെ ഉപദ്രവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അനുവിന് ഇവിടെ സുഖത്തിനോടും സന്തോഷത്തോടും ഇരുത്തണമെന്ന് വലിയച്ഛൻ എന്നോട് പറയണത്. അവൾക്ക് സുഖവും സന്തോഷമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, അവൾക്ക് കിട്ടി നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അച്ഛൻ രാത്രി. അച്ഛൻ നോക്കിക്കോ, ഇന്ന് രാത്രിയിലെ പണിയോടുകൂടി തന്നെ അവൾ ഈ വീട് വിട്ട് നേരെ ദേവമംഗലത്തിലേക്ക് കയറി പോകും എന്ന് പറയാണ്. അല്ല, നീ എന്ത് പണിയാ കൊടുക്കാൻ പോണത്? അല്ല, അറിഞ്ഞിരിക്കാനാണ്. സാധാരണ അവൾക്ക് എന്ത് പണി കൊടുത്താലും തിരിച്ച് നിനക്കാണല്ലോ കിട്ടുന്നത്. അങ്ങനെയല്ലച്ചാ, ഇന്ന് രാത്രി ഞാൻ കൊടുക്കാൻ പോണ പണിയിൽ അവളിറങ്ങി ഓടും, നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ രാത്രി അലോക് കൊടുക്കാൻ പോണ പണി വേറൊന്നല്ല, അനുവിനെ കയറി പിടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ അനുക്ക് അലോകിന് ഇഷ്ടമൊന്നുമല്ലോ. അപ്പൊ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും ഇനി തന്റെ ഭാഗത്ത് നിന്നൊരു ഉപദ്രവം ഉണ്ടാവും വെച്ചിട്ട് അനു പേടിച്ചവിടെ ഓടിപ്പോയാലോ എന്നാണ് അലോക് വിചാരിക്കുന്നത്. പക്ഷെ അലോക് പിടിക്കാൻ വരുമ്പോ അനു ആ കത്തി കാണിച്ച് പേടിപ്പിച്ച് അലോകിനെ നിലത്ത് കിടത്താണ് ചെയ്യണം കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.